മക്കളെ ഷമീം സാറാണ്. അപ്പോൾ ഒരുപാട് മക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. എപ്പോഴാണ് ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, സെയിം സ്കൂളിൽ മറ്റൊരു കോമ്പിനേഷനിലേക്ക് പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഷമീം സാർ പറഞ്ഞു തരും. വീഡിയോ എന്ത് ചെയ്യുക, അവസാനം വരെ കാണാം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴായിരിക്കും ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരിക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം മക്കളെ, സപ്ലിമെന്ററി ഘട്ടം ആരംഭിക്കുന്നത് 28-ാം തീയതി മുതലാണ് അല്ലേ. 28-ാം തീയതി മുതൽ ജൂലൈ മാസം 23-ാം തീയതി വരെയാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിനോട് അടുപ്പിച്ചാണ് ഈ ഒരു ട്രാൻസ്ഫറും വരിക. അതായത് സപ്ലിമെന്ററി തുടങ്ങിയതിന് ശേഷമാണ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു തുടങ്ങാറല്ലേ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുമ്പോൾ 28-ാം തീയതി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നു അല്ലേ. ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം ഒരു ജൂലൈ 10th അല്ലേ, ഇത് കൃത്യ ഡേറ്റ് അല്ല, ഒരു ജൂലൈ 10-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റും എന്നാണ് ഷമീം സാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലി ഒരു എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. സപ്ലിമെൻ്ററിയുടെ കാര്യം മാത്രമാണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു സപ്ലിമെൻ്ററി അവസാനിക്കുന്നത് എന്നാൽ 23/7/2025 വരെയാണ് അല്ലേ. അഡ്മിഷൻ അവസാനിപ്പിക്കാനുള്ള തീയതി 23-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞും ചിലപ്പോൾ ട്രാൻസ്ഫറിന് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ പ്രതീക്ഷയിലിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് മാറാനുള്ള അവസരം വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി എങ്ങോട്ടൊക്കെ നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. യെസ്, അതായത് ഇപ്പോൾ നിങ്ങളൊരു എ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, ബയോ സയൻസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബയോ സയൻസ്. പക്ഷേ നിങ്ങൾക്ക് ബയോസയൻസ് വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബയോ സയൻസിലും നേരെ കൊമേഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഓക്കെ, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിന് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മളെ തണ്ണീർമത്തൻ ദിനങ്ങളിലുള്ള പോലെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വേക്കൻസി ഉണ്ടാവണം. സയൻസിൽ എന്താ പറയുക, സയൻസിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം, സീറ്റ് വേക്കൻസി വേണം. അതേപോലെ തിരിച്ചും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും. അതായത് കൊമേഴ്സിൽ നിന്ന് ഒരാൾക്ക് സയൻസിന് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, സയൻസിന് സീറ്റ് ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രാൻസ്ഫർ നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന സ്കൂളിൽ നിന്നും ബി എന്ന് പറയുന്ന സ്കൂളിലേക്കും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ എടുക്കുക. മറ്റൊരു സ്കൂളിലേക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ ബയോസയൻസ് ആണല്ലോ, അപ്പോൾ ആ ബയോസയൻസിന് തന്നെ നിങ്ങൾക്ക് ബിയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇവിടെ ബയോസയൻസ് ആണ്, വേറെ സ്കൂൾ കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോകാം. ഓക്കെ, കോമ്പിനേഷൻ ചേഞ്ചും ആവാം, അതുപോലെ തന്നെ സ്കൂൾ ചേഞ്ചും എല്ലാം പറ്റും. പക്ഷേ എല്ലാത്തിനും എന്ത് വേണം, അവിടെ വേക്കൻസി ഉണ്ടാവണം. ഇപ്പോൾ ഈ സ്കൂളിൽ സീറ്റ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, അപ്പോൾ വേക്കൻസി ലിസ്റ്റൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ട്രാൻസ്ഫറിൽ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് മാറാൻ വേണ്ടി പറ്റും. ഷമീം സാറും ഇതേപോലെ ട്രാൻസ്ഫർ കൊടുത്ത് മാറിയ ഒരാളാണ്. ഓക്കെ, ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ സ്കൂളിൽ നിന്നും ഞാൻ പഠിച്ച +1 +2 പഠിച്ച സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് വന്നതാണ്. അപ്പോൾ എന്ന് കരുതി എനിക്ക് എന്താ പറയുക, കുറേ ക്ലാസ് മിസ്സായെന്ന് കരുതി എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, സമയമുണ്ട് മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. കുറച്ച് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. മിസ്സായി പോയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് പണിയെടുക്കേണ്ടി വരും. അത് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മക്കളെ, നമ്മളുണ്ട് ഇവിടെ. ഓക്കെ, എക്സാമിനർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ മതി. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മിസ്സായി പോയ ക്ലാസ്സുകളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ശുഭപ്രതീക്ഷയിലിരിക്കുക. ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.